എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഈ എഡ്യു എക്സ്പോ ഇവിടെ അറേഞ്ച് ചെയ്ത സുപ്രഭാതം ഒഫീഷ്യൽസിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പാരൻസിനും സ്റ്റുഡൻസിനും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ മാഹിൻ, ഡോക്കിൻ്റെ ഡയറക്ടറാണ്. ഞാൻ ഒരുപാട് നിങ്ങളെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഓവർലോഡ് ആക്കിക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പിക്കപ്പ് ചെയ്തിട്ട് കുറച്ച് നിങ്ങളുടെയൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻസ്, അത് വെച്ചൊരു കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മോൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിപ്രഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ചോദിച്ചത്? ഒന്ന് മൈക്ക് കൊടുക്കാവോ? ഞാൻ ഇവിടെ നിങ്ങളുടെ കരിയർ കൗൺസിലിംഗ് ഉള്ള രീതിയിലായിരിക്കില്ല സംസാരിക്കുന്നത്. ഒരു ഹെൽത്ത് പ്രൊഫഷണൽ, ഞാൻ ഡോക്ടറാണ്, ഹെൽത്ത് പ്രൊഫഷണൽ നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അവർ ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും ഞാൻ ഒരു അവയർനെസ് തരിക. ഓക്കെ? ഹലോ മോൻ ചോദിച്ചോളൂ, എന്താ ചോദിച്ചത് നേരത്തെ? മെൻ്റൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷന്. അതിൽ നിന്ന് പൊതുവേ പാരൻസ് ഒന്നും കൺസൾട്ടിങ്ങിന് കൊണ്ടുപോകില്ല. എൻ്റെ സറൗണ്ടിങ്ങിലുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പാരൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ഞങ്ങളോട് എന്താണ് പറഞ്ഞു തരാനുള്ളത് ഇതിന് മെൻ്റൽ ഹെൽത്തിനുള്ള ടിപ്സ്? അതാണ്. ഓക്കെ താങ്ക് യു മോനെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എനിക്ക് ആദ്യമായി പറയാനുള്ളത് പാരൻസിനോടാണ്. ആദ്യം ഇപ്പോൾ ഈ മോൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഞാൻ തിങ്ക് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, മെൻ്റൽ ഹെൽത്ത് എന്താണ്? മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഗോ ത്രൂ ചെയ്യുന്നൊരു സംഭവമാണ് മെൻ്റൽ ഹെൽത്ത്. അത് പാരൻസ് ആവട്ടെ സ്റ്റുഡൻസ് ആവട്ടെ ആരുമാവാം. നമുക്കൊരു രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ല, മീൻസ് നമ്മുടെ ശരീരം നമുക്ക് ഓക്കെ അല്ല, പനിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി എന്തെങ്കിലും ഡിപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ എക്സാമിന് പോകണം, പഠിച്ചിട്ടില്ല, അതൊരു സ്ട്രെസ്സാണ്. ഒരു ടേം എക്സാംസ് വരുന്നു, അത് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് സ്ട്രെസ്സാണ്. പാരൻസിന് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുന്നവരെ സ്ട്രെസ്സാണ്. ഇതൊക്കെയാണ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനം. ഡിപ്രഷൻ എന്താണ്? ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ്സ് കൂടിക്കൂടി വന്ന് നമുക്ക് നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്തതാണ് സ്ട്രെസ്സ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഡിപ്രഷനാണ്. അതിന് ആദ്യമായിട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് പാരൻസ് തന്നെയാണ്. മെയിൻലി ഞാൻ പറയുവാണെങ്കിൽ പാരൻസ് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യേണ്ട രീതി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എക്സാമിന് ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നല്ല ചോദിക്കേണ്ടത്. അവരോട് ചോദിക്കേണ്ടത് എന്താ മോനെ പ്രശ്നം, നിങ്ങൾ എന്തുകൊണ്ടാണ്, നിനക്ക് എവിടെയാണ്, ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് പ്രശ്നം ഫീൽ ചെയ്യുന്നത്, പഠിക്കാൻ പറ്റുന്നില്ലേ, അല്ല ഫിസിക്കലി ഫിറ്റ് അല്ലേ, പനി എന്തെങ്കിലും ആണോ എന്ന് ഒരു ഫ്രണ്ട്ലി രീതിയിൽ നമ്മൾ കൂട്ടുകാരെങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ കൊളീഗ്സിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ സ്റ്റുഡൻസിനോട് ചോദിക്കുക. അപ്പം അവരും അവരുടെ മനസ്സ് തുറന്ന് പറയും, ഉമ്മ വാപ്പ ഇതാണ് കാര്യം, അല്ലെങ്കിൽ അച്ഛനമ്മ ഇതാണ് കാര്യം, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യ. അപ്പോൾ ഈ വയ്യ എന്ന് പറയുമ്പോൾ ചില പാരൻസ്, ഇപ്പോൾ ഞാനും നിങ്ങളുടെ സ്റ്റേജിലായിരുന്നു, അപ്പോൾ ഞാൻ വയ്യ എന്ന് പറയുമ്പോൾ എൻ്റെ പാരൻസ് വിചാരിക്കുന്നത് പഠിക്കാൻ മടിയുള്ളത് കൊണ്ട് വയ്യ എന്ന് പറയുന്നു, എക്സാമിന് പോകാൻ മടിയുള്ളതുകൊണ്ട് വയ്യ എന്ന് പറയുന്നു. ഇതാണ് മെയിനായിട്ട് പാരൻസ് വിചാരിക്കുന്നത്. ഇതിനപ്പുറം നമുക്കൊരു വെൽബീയിങ് ഉണ്ട്. ഇപ്പം മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈക്കോളജിയും സൈക്കാട്രിയും ഡിഫറെൻ്റ് ആണ്. കൗൺസിലിംഗ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാ പാരൻറ്റും വിചാരിക്കുന്നത് അത് സൈക്കാട്രിയാണ്, മാനസിക രോഗമാണ്. അത് ഒരിക്കലും അങ്ങനെയല്ല. സൈക്കോളജിയും സൈക്കാട്രിയും ഡിഫറെൻ്റ് ആണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്നത് തൊട്ട് കുട്ടി വളരുന്നത്, ഓരോ അവരുടെ സ്റ്റേജ്, അവർ എഴയുന്നത്, അവർ കാലിൽ നടക്കുന്നത്, അവർ സ്കൂളിൽ പോകുന്നത്, അവർ 12th കഴിയുന്നത്, അവർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്, പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്, അതേപോലെ അവർ വർക്ക് ചെയ്യുന്നത് എല്ലാം ഈ സൈക്കോളജിയിലാണ്, ഒരു ഹ്യൂമൻ സൈക്കോളജിയിലാണ് ഇത് ഫുള്ള് റൺ ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ അവെയർ അല്ല. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അവെയർ ചെയ്യാത്ത സമയമാണ് നമ്മൾ സൈക്കാട്രിയെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക. അതുവരെയും ഇപ്പം ഈ മോൻ ചോദിച്ച പോലെ കൗൺസിലിങ്ങിന് പാരൻസ് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പാരൻസ് ചോദിക്കുന്നില്ല എന്താ പ്രശ്നം എന്നുള്ളത്. ആ മോൻ അവെയറാണ്, പുള്ളിക്കാരൻ എന്തോ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ
പുള്ളിക്കാരന് സ്റ്റഡീസാണോ അല്ലെങ്കിൽ പാരൻസിന് സ്റ്റഡീസാണോ, പുള്ളിക്കാരന് അറിയാം, പുള്ളിക്കാരന് അത് പറ്റുന്നില്ല. അത് സ്വന്തമായി ഒരു വില്ല് ഉള്ളത്, നമുക്കറിയാൻ പറ്റുന്നത്, നമുക്കതിനെക്കുറിച്ചൊരു നോളജ് ഉള്ളതിന് സൈക്കോളജി എന്നാണ് പറയുന്നത്. നമുക്കറിവുണ്ട്, ഓക്കെ, നമുക്കറിവുള്ളത് സൈക്കോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ അറിവ് പോയി, നമ്മളിപ്പോൾ പൊതു സ്ഥലത്ത് പോയി നമ്മളൊന്ന് യൂറിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഭ്രാന്തമായി എന്തെങ്കിലും കാണിക്കുക, അതാണ് സൈക്കാട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ആദ്യം പാരൻസ് മനസ്സിലാക്കുക. ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും കൂടുതലും എന്തുകൊണ്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം, നമ്മുടെ മുൻ ജനറേഷൻ എല്ലാവരും ലിറ്ററേറ്റ്സ് അല്ലായിരുന്നു. ലിറ്ററേറ്റ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് എല്ലാ ഭാഷയും പഠിച്ച ഒരു ആൾക്കാരെയാണ് ലിറ്ററേറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഭാഷ എഴുതാനും വായിക്കാനും സ്പീക്ക് ചെയ്യാനും അറിയുന്നവരെയാണ് ലിറ്ററേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഓൾഡ് ജനറേഷൻ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരല്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാർ എല്ലാവരും പഠിച്ചവരാണ്. നമ്മുടെ പാരൻസ് ആകട്ടെ, ഇനി വരുന്ന ഫ്യൂച്ചർ തലമുറയാവട്ടെ, എല്ലാവരും പഠിച്ചവരാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 3 സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫ് സ്പാനിൽ ഒരു 75 ഇയേഴ്സാണ് എൻ്റെ ലൈഫ് സ്പാൻ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25, 25, 25 എന്നുള്ള 3 പീരീഡ് നമുക്ക് കിട്ടും. ആദ്യത്തെ 25-ലായിരിക്കും സ്റ്റുഡൻസിൻ്റെ ആദ്യത്തെ 25 ഇയേഴ്സ്. ഈ 25 ഇയേഴ്സിനാണ് നിങ്ങളെ കരിയർ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആദ്യത്തെ 25 ഇയേഴ്സിലാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോഴ്സ് ആവട്ടെ, സ്കൂളിംഗ് ആവട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി ആവട്ടെ, എന്താണെങ്കിലും ഈ ഫസ്റ്റ് 25 ഇയേഴ്സിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ കുട്ടികളുണ്ട്, അവർക്ക് അംബിഷൻസ് കുറവാണ്. ഇപ്പം ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽ എനിക്കും അറിയില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ 12th കഴിഞ്ഞ് നോക്കാം, 12th മാർക്ക് അനുസരിച്ച് സയൻസ് ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ട. ഈ ഒരു മെൻറ്റാലിറ്റി മാറണം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് മണി ഗീവ്സ് ഹാപ്പിനെസ് എന്ന് പറയാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മണി ഗീവ്സ് ഹാപ്പിനെസ് എന്നുള്ള ടേമേ തെറ്റാണ്. കാരണം നമുക്കിപ്പോൾ എത്ര രൂപ ഉണ്ടെങ്കിലും നമ്മളാണ് വലുത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു $10 million നമുക്ക് തരാമെന്ന് പറഞ്ഞു. നാളെ നമുക്ക് ജീവനില്ല എന്നുണ്ടെങ്കിൽ ഈ $10 million വില നമ്മുടെ ജീവനെ നമ്മൾ കൊടുക്കും. ഇതാദ്യം ആൾക്കാർ മനസ്സിലാക്കുക. മണിയല്ല എല്ലാം. നമുക്ക് പാഷനുണ്ട്, നമുക്കൊരു കാര്യത്തിൽ വർക്ക് ചെയ്യാനുള്ള ഹോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇപ്പം മെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ CEO പോസ്റ്റുകൾ, പല പോസ്റ്റുകളും ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു? ഇപ്പം ഫോർ എക്സാമ്പിൾ, തമിഴ്നാട്ടിലൊരാളാണ് നമ്മുടെ ഗൂഗിൾ CEO സുന്ദർ പിച്ചായി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. പുള്ളിയുടെ ഫീൽഡിൽ ഹൈ പെയ്ഡ് സാലറി ആയിട്ടുള്ള ആളാണ്. പുള്ളി ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയാം. നിങ്ങളുടെ പാരൻസ്, ഫാദർ ആവട്ടെ മദർ ആവട്ടെ, അവർ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനുള്ള ആൾക്കുണ്ട്. അവരെല്ലാം അവരവരുടെ രീതിയിൽ അവർ സക്സസ്ഫുൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഏരിയ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക. അതിൻ്റെ പീരീഡാണ് ഈ ഫസ്റ്റ് 25 ഇയേഴ്സ്. ഈ ഫസ്റ്റ് 25 ഇയേഴ്സിലെ ലാസ്റ്റ് 10 ഇയേഴ്സാണ് നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ എവിടെ ഫ്യൂച്ചറിൽ എത്തും എന്നുള്ളതിൻ്റെ ഒരു മെയിൻ പാർട്ട്. ആ 10 ഇയേഴ്സിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് 25 ഇയേഴ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ടൈം. സെക്കൻഡ് പീരീഡ് 25 ഇയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വർക്കിംഗ് പീരീഡാണ്. നിങ്ങൾ എന്ത് ഏൺ ചെയ്യുന്നു, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ആദ്യത്തെ 25 ഇയേഴ്സ് വർക്ക് ചെയ്തത്, ഇതൊക്കെയാണ് നെക്സ്റ്റ് 25 ഇയേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 25 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റിംഗ് പീരീഡാണ്. ഒരു ഹ്യൂമൻ്റെ ആഫ്റ്റർ 50 ഇയേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും റെസ്റ്റിംഗ് പീരീഡാണ്. ആദ്യത്തെ 25 നമ്മൾ പഠിക്കുന്നു, നെക്സ്റ്റ് 25 നമ്മൾ വർക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് 25 നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. ഇതാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇതാദ്യം സ്റ്റുഡൻസായ നിങ്ങളും പാരൻസും മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ലൈഫ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനും ഇതേപോലൊരു ഗൈഡൻസ് കിട്ടാത്ത ഒരാളാണ്. നിങ്ങൾക്ക് എന്തിന് ഗൈഡൻസ് കിട്ടുന്നു എന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് ഇപ്പോൾ 10th പഠിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോഴേ അവർ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ പാരൻസ് ചോദിക്കുക. ഇപ്പം ഉമ്മ ആണെങ്കിലും വാപ്പ ആണെങ്കിലും ചോദിക്കുക അവരോട്, മക്കളെ നിങ്ങൾക്ക് എന്താ ആവേണ്ടേ, നിങ്ങൾക്ക് എന്തിനാ പോവേണ്ടേ, നിങ്ങൾക്ക് എന്താണ് ഡ്രീം, ഞങ്ങളൊരു നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു, ഞങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് അത്രയും സപ്പോർട്ടില്ലായിരുന്നു, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ആവേണ്ടത് എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല, അത് നിങ്ങളിലൂടെ നേടണം എന്നൊരിക്കലും പാരൻസ് കുട്ടികളോട് പറയരുത്. അത് കാരണം എന്തെന്ന് വെച്ചാൽ, അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷേ അതിലും നല്ല ആഗ്രഹം അവരുടെ ഫീൽഡിൽ അവർക്കുണ്ടായിരിക്കാം. അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ പാരൻസ് എന്നും എന്നോട് പറയാറുണ്ട്, നിങ്ങളിലൂടെയാണ് ഞങ്ങൾ ഫ്യൂച്ചർ കാണുന്നത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഇത്തായും ഡോക്ടറാണ്, ഞാനും ഡോക്ടറാണ്. അപ്പോൾ അവർക്ക് ഡോക്ടർ പ്രൊഫഷനിലോട്ടാണ് താല്പര്യം. എന്തിന് ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ,
നല്ലൊരു ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് എല്ലാവരും ട്രാൻസ്ഫർ ആവുന്നത്. മെഡിക്കൽ ഫീൽഡ് അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ വെൽബീയിങ്ങിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ സൈക്കാട്രിയും സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കുട്ടി ഡിപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതിനൊരു മോശവും വിചാരിക്കരുത് ഒരിക്കലും പാരൻസ്. കാരണം അതൊരു നോർമൽ ഫിനോമിനയാണ്. നോർമൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്നും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ലോകത്ത് എല്ലാ ആൾക്കാരും കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഒരു പ്രശ്നമുണ്ട്, അത് കൗൺസിലിങ്ങിൽ പോയാണ് തീർക്കുന്നത്. ഒരു കുട്ടിക്കൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു ട്രോമയുണ്ട്, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, നമ്മളിപ്പോൾ ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, അതൊരു ട്രോമയാണ്. ആ ട്രോമയ്ക്ക് മാറണമെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അതിനർത്ഥം അവർക്ക് ഭ്രാന്തുണ്ടെന്നല്ല, അത് മാറാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതേപോലെ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും ഡേയ്സ് അവരുടെ ഉള്ളിലൊരു ജീവൻ വളരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ജീവൻ ഡെലിവർ ചെയ്ത് കളയുമ്പോൾ അവർക്ക് എന്തോ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. അവരുടെ ബോഡിയിലാണെങ്കിലും അവരുടെ ഫിസിയോളജിക്കലാണെങ്കിലും അവർ ഫീൽ ചെയ്യുന്നതാണ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ കൗൺസിലിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് കൗൺസിലിങ്ങിനെ കാണുന്നത്. അത് പാരൻസ് കുറച്ചുകൂടെ കോമൺ ആയിട്ട് കാണുകയും, ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലിങ്ങിന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്നുമില്ല. പാരൻസ് നല്ലതാണെങ്കിൽ, പാരൻസിന് പറ്റുമെങ്കിൽ അവരോട് അവരെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരോട് മുന്നോട്ട് പോവുക, അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഒരു മെയിൻ തീം വരുന്നത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഹെൽത്ത് റിലേറ്റഡ്. എനിക്ക് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തരാൻ അറിയില്ല, ഞാൻ ഒരു പ്രൊഫഷണൽ സ്പീക്കർ അല്ല. ഞാൻ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ്, ഇപ്പോൾ ഈ മോൻ ചോദിച്ച പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. കോഴിക്കോട് ഉറങ്ങുവാണോ? ഞാൻ കോഴിക്കോട് വന്നിട്ട് കുറേ സ്മാർട്ട് കുട്ടികളെയാണ് കണ്ടത്. കഴിഞ്ഞ വട്ടം യെസ്റ്റർഡേ ഇനോഗ്രേഷന് തന്നെ ലക്ഷദ്വീപിൽ കൊണ്ടുപോകുന്നു ചോദിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ സ്മാർട്ടായിട്ടുള്ള കോഴിക്കോട് നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എന്തിനു വന്നു എന്ന് ഞാൻ പറയാം. ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഫേമിൻ്റെ ഡയറക്ടറാണ്. ഒരു സെറ്റ് ഓഫ് 25 ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു വിങ് ആണിത്. മെഡിക്കൽ ഡിഗ്രിയും മെഡിക്കൽ എഡ്യൂക്കേഷനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും ഓരോ ഡോക്ടേഴ്സ് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഗോയിങ് ത്രൂ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജങ്ക് ഫുഡും കാര്യങ്ങളും ഹാബിറ്റ്സും എല്ലാം കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഡയബറ്റിക് ഫേസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഫേസ് ചെയ്യുന്നുണ്ട്, കൊളസ്ട്രോൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക, അപ്പോൾ ഡോക്ടർമാർ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഡോക്ടർമാർ കുറ്റം കണ്ടുപിടിക്കുന്നതല്ല, അത് നമ്മുടെ ബോഡിയിലെ പ്രവർത്തനം മാറിയിരിക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ദെയർ ഇസ് എ സ്റ്റേജ്, എല്ലാം ക്യൂർ ചെയ്യേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. ആ ക്യൂറിങ് സ്റ്റേജ് കഴിയേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് മുന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 6 മാസം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നത്. ബട്ട് നമ്മൾ മലയാളീസ് മെയിൻലി ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം 6 മന്ത്സ് കൂടുമ്പോൾ അതൊരു ഒരു ഭീമമായ എമൗണ്ട് വെറുതെ വേസ്റ്റ് ചെയ്യുന്നുള്ള മെൻറ്റാലിറ്റിയാണ് പോപ്പുലേഷന്. രണ്ടാമത്തെ കാര്യം, ഇത് കണ്ടുപിടിച്ച് എന്തെങ്കിലും കഴിഞ്ഞാൽ, എന്തെങ്കിലും അസുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ഭയമാണ് മെയിൻലി പോപ്പുലേഷനിലുള്ളത്. ഇത് നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. നമ്മളൊരു ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു രോഗമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് ഇനിഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമ്മുടെ ലൈഫ് സ്പാനാണ് കൂടുന്നത്, നമ്മുടെ ആയുസ്സാണ് കൂടുന്നത്. അത് നമ്മളൊരു ക്ലിയർ മൈൻഡിൽ നമ്മൾ എടുക്കണം. നമുക്ക് രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്, ആ കണ്ടുപിടുത്തം നല്ലതാണ്, നമുക്ക് മെഡിസിൻ കഴിച്ച് മാറ്റാം. ഒരു പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാതെ ഒരു എൻ സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. ഈവൻ എൻ്റെ എൻ്റെ വീട്ടിൽ 3 ഡോക്ടേഴ്സാണ് ഉള്ളത്. 3 പേര് MBBS. ഞാൻ ഇളയ കുട്ടി വരുന്നത്. ഈ 3 ഡോക്ടേഴ്സ് ഉണ്ടായിട്ടും എൻ്റെ പാരൻസിന് ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകാൻ പേടിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, രോഗം കണ്ടുപിടിച്ച് കളയും എന്നുള്ളൊരു ഡൗട്ടിലാണ് അവർ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാടുത്താണേലും പറയുന്ന ഇതാണ്, നിങ്ങൾ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളൊരു രോഗിയായി നിങ്ങൾ മനസ്സിലാക്കുന്നേക്കാളും ഒരു രോഗമുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് അത് ഒഴിവാക്കാം. അതാണ് ഹെൽത്ത് പ്രൊഫഷൻ്റെ മെയിൻ തീമായിട്ട് വരുന്നത്. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഈ ഡോക്ടർ പ്രൊഫഷൻ എന്നും ഒരു ഹൈ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എ പറ്റി സംസാരിച്ചു, എ പറ്റി ഇപ്പം ഉമർ സാറ് എ പറ്റി സംസാരിച്ചു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് എ അങ്ങനത്തെ ടൂൾസിനെ പറ്റി ഒരുപാട് അറിയില്ല. എന്നാലും ഞാൻ പറയുന്നത് എ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഒരു 20-25 ഇയേഴ്സ് വരെ എ ഐക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം എന്തെന്ന് വെച്ചാൽ മനുഷ്യരായ ഡോക്ടേഴ്സിനെ പോലും പോപ്പുലേഷന് വിശ്വാസമില്ലാത്ത കാലത്ത് ഒരു റോബോട്ടിനെ ഒരിക്കലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു പനി വന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു വയറുവേദന വന്നു, നിങ്ങൾ ഐൻ്റെ അടുത്ത് ചോദിക്കുവാണ് മരുന്നുണ്ടോയെന്ന്. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിലുള്ള എല്ലാ ഭാഗവും സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആൻസർ തരും. പക്ഷേ അത് നമ്മുടെ രോഗത്തിൻ്റെ മരുന്നായിരിക്കില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ഐക്ക് മനസ്സിലായ രോഗത്തിൻ്റെ മരുന്നായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഐ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓഫ് കോഴ്സ് ആണ്, റോബോട്ടിക് സർജറി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് മെഡിക്കൽ പ്രൊഫഷനിൽ ഒരു 20 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സിൽ നമുക്കൊരിക്കലും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പ്രൊഫഷനാണ് ഈ ഡോക്ടർ പ്രൊഫഷൻ. രണ്ടാമത്, എന്തുകൊണ്ട് MBBSന് കൂടുതൽ ആൾക്കാർ കോഴ്സ് സെലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം പാരൻസിൻ്റെ ആഗ്രഹം കൊണ്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം കൊണ്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഇവിടുത്തെ നാട്ടിലെ സീറ്റ് ഭയങ്കര ലിമിറ്റഡും അതുമാത്രമല്ല നമുക്ക് കിട്ടാൻ സാധ്യത കുറവുള്ളതാണ്. കാരണം 25 ലക്ഷം പേരാണ് എല്ലാ കൊല്ലവും നീറ്റ് എഴുതുന്നത്. അതിൽ നിന്ന് 1 lakh സ്റ്റുഡൻസിന് മാത്രമാണ് MBBS കിട്ടാൻ സാധ്യതയുള്ളത്. ഇത് നമ്മുടെ നാട്ടിൻ്റെ ഓവർ പോപ്പുലേഷൻ കാരണമാണ്. ഇപ്പോൾ നമ്മളൊരു 10,000 പേരുമാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടും, ബാക്കി 90,000 സീറ്റ് വെറുതെ കിടക്കും. ബട്ട് നമ്മുടെ നാട്ടിന് 25 ലക്ഷം പേര് എഴുതുമ്പോൾ ആകെ 1 ലക്ഷം സീറ്റ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് MBBSന് ആഗ്രഹമുണ്ടായിട്ടുള്ള നല്ല ഡോക്ടേഴ്സ് ആവാൻ ആഗ്രഹമുള്ള നല്ല ഡോക്ടേഴ്സായി ഫ്യൂച്ചറിൽ ആയിത്തീരാൻ പറ്റുന്ന സ്റ്റുഡൻസിന് MBBS പഠിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഫാമിലി എടുക്കുവാണെങ്കിൽ എൻ്റെ ബ്രദറും സിസ്റ്ററും നാട്ടിൽ പഠിച്ച ഒരാളാണ്, ഞാൻ അബ്രോഡ് പഠിച്ച ഒരാളാണ്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരു രീതിക്ക് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റും NRI സീറ്റ്സും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പാരൻസ് ഉറപ്പായും പുറത്താണ് സ്റ്റുഡൻസിനെ വിടുന്നത്. എന്തുകൊണ്ട് ഉറപ്പായും സ്റ്റുഡൻസിനെ പുറത്തോട്ട് വിടുന്നതെന്നുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ, ഇതിനെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നിങ്ങൾക്ക് മെഡിക്കൽ ഡിഗ്രി നാട്ടിൽ പഠിക്കുന്നതിനും പുറത്ത് പഠിക്കുന്നതിനും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ഞാൻ ആദ്യം പറയാം. മെഡിക്കൽ ഡിഗ്രി ആദ്യം പുറത്ത് പഠിക്കുന്നു നാട്ടിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം പാരൻസ് ആണെങ്കിലും ഒരു അറിവുള്ള ആൾക്കാരാണെങ്കിലും ആദ്യം പറയുന്നത്, പുറത്ത് പഠിക്കുന്ന ഡിഗ്രിക്കൊക്കെ നാട്ടിൽ വാല്യൂ ഉണ്ടോ? അവിടെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊക്കെ ഡോക്ടേഴ്സ് ആണോ എന്നാണ് ആദ്യം പോപ്പുലേഷനിലുള്ള ആൾക്കാർ ചോദിക്കുന്നത്. ഇതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, യെസ്, പുറത്ത് പഠിച്ചാലും നാട്ടിൽ പഠിച്ചാലും ഡോക്ടർമാർ തന്നെയാണ്. കാരണം നമ്മൾ ഏതൊരു നാട്ടിലും പഠിച്ചോട്ടെ, അവിടെ ഉള്ളതും മനുഷ്യരാണ്, കേരളത്തിലുള്ളതും മനുഷ്യരാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ഫിസിയോളജിയും ഒരേ കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. അതിനൊരു ഡിഫറൻസ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ നാട്ടിൽ പഠിക്കുന്നു, ഈ നാട്ടിൽ പഠിക്കുന്നു, ഇവിടെ ഇത്രയും കോസ്റ്റ് ആവും, അവിടെ കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് പഠിക്കാം. ഇതാണ് വരുന്ന മെയിൻ ഡിഫറൻസ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, 2021 മുന്നേ നമുക്കൊരു എക്സാംസ് ഉണ്ട്. എക്സാംസ് നാട്ടിൽ വന്നിട്ട് ഡോക്ടേഴ്സിന് ക്ലിയർ ചെയ്യേണ്ട ഒരു എക്സാം ഉണ്ട്, FMGE എന്ന് പറയും, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം. ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടത്തുള്ളൂ. ഇത് പലരും പാസ്സാവാറില്ലായിരുന്നു, പലർക്കും നോളജ് ഇല്ലായിരുന്നു. ബട്ട് ഇന്നത്തെ കാലം അതല്ല. ഇന്ന് പഠിക്കുന്ന കുട്ടികളെല്ലാം പാസ്സാവാറുണ്ട്, എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഡോക്ടേഴ്സും പുറത്ത് പഠിക്കുന്ന ഡോക്ടേഴ്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർ ആദിൽ ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ, ആദിൽ ഖാൻ ഡോക്ടർ പ്ലീസ് ഒരു മിനിറ്റ്. ഡോക്ടർ ആദിൽ ഖാനാണ്. പുള്ളിക്കാരൻ എബ്രോഡ് പഠിച്ച ആളാണ്. പുള്ളിക്കാരന് ഓണായിട്ട് ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പുറത്ത് പഠിക്കുന്നോ നാട്ടിൽ പഠിക്കുന്നോ എന്നുള്ളതല്ല, നമുക്കൊരു വില്ല് വേണം, നമുക്ക് ഇത് ചെയ്യണം, നമുക്ക് സക്സസ്ഫുൾ ആവണം, നമ്മുടെ പാരൻസിനെ ആൾക്കാർ ബഹുമാനിക്കണം, നമ്മളിലൂടെ നമ്മുടെ പാരൻസ് അറിയപ്പെടണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പറയുന്ന ഒബ്സ്റ്റക്കിൾസും കാര്യങ്ങളും വകവെക്കാണ്ട് നമുക്ക് എന്താവണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ പുള്ളി പുറത്ത് പഠിച്ചിട്ട് വന്നിട്ട്, ഡോക്ടർ ആദിൽ ഖാൻ പുറത്ത് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ FMG പാസ്സാവാണ്ട് ഇരുന്ന് ഒന്നും ചെയ്യാണ്ടിരുന്ന ആൾക്കാർ പറയും, ഓ അത് പൊട്ട ഡോക്ടറാ എന്ന് പറയും. ബട്ട് ഹീ പ്രൂവ്ഡ് ഹിംസെൽഫ്. പുള്ളി പുറത്ത് പഠിച്ചു,
നാട്ടിൽ വന്ന് ഇവിടുത്തെ എക്സാം ക്ലിയർ ചെയ്ത് സ്വന്തമായി ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു. ആർക്കും ഒന്നും ചോദിക്കാനില്ല. ഇപ്പോൾ ആർക്കും നാട്ടിലെ ഡിഗ്രിയോ പുറത്തെ ഡിഗ്രിയുടെ വാല്യൂവും ചോദിക്കാനില്ല. ഇത് നമുക്ക് ഫോൾസ് ഇൻഫർമേഷനാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ നാട്ടിൽ പ്രിഫർ ചെയ്യുന്നു? ഫസ്റ്റ് കാര്യം, സ്റ്റുഡൻസിനെ പുറത്ത് വിടാൻ പാരൻസിന് താല്പര്യമില്ലാത്ത കാര്യം പെൺകുട്ടികളാണ് കൂടുതലും, അല്ലെങ്കിൽ ആൺകുട്ടികളാണ് അവർ എന്തെങ്കിലും ഒരു ശീലങ്ങളിൽ അവർ അടിമപ്പെട്ടു പോകുമെന്നുള്ള പേടിയൊക്കെയാണ് പാരൻസിനുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുറത്തുള്ള എല്ലാ ക്യാമ്പസും ആൻറ്റി റാഗിങ് ഫ്രീ ക്യാമ്പസാണ്. എന്ന് വെച്ചാൽ റാഗിങ് അവിടെ ഇല്ല. ഇൻ കേസ് ഒരു കുട്ടി പുറത്ത് റാഗ് ചെയ്യപ്പെടുവാണെങ്കിൽ അവരപ്പം തന്നെ ഡീപ്പോർട്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് കാലിക്കട്ടിൽ നിന്ന് മാംഗ്ലൂർ പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ബാംഗ്ലൂർ പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ചെന്നൈ പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ഞാൻ പാരൻസിനോട് ഓപ്പണായിട്ട് പറയാം, ഇപ്പം നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നോർത്ത് കേരള അല്ലെങ്കിൽ ബാക്കി നോർത്തേൺ സ്റ്റേറ്റ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായും അവർ റാഗിങ്ങിന് അടിമപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളോട് പാരൻസിനോട് പറയാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്വന്തമായി അത് ഓക്കെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇനി പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നതാണ്. കാരണം എല്ലാ കോളേജിലും റാഗിങ് ഉണ്ട്, എല്ലാ കോളേജിലും റാഗ് ചെയ്യാറുണ്ട്. ബട്ട് എബ്രോഡ് പോകുന്ന കുട്ടികൾ അവർ സേഫ് ഹാൻഡിലാവുന്നത് ഈ റാഗിങ് ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. ഇപ്പോൾ US പോകുന്ന കുട്ടികൾ, UK പോകുന്ന കുട്ടികൾ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന കുട്ടികൾ, റാഗിങ് ഫ്രീ എന്ന് പറയുന്നത്, നമുക്കൊരു നാട്ടിൽ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എംബസി ഉണ്ട് സപ്പോർട്ടിന്. നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തരാനും അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കാനും എംബസി കാണും, നമ്മുടെ പ്രൊഫഷണൽസ് കാണും, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കോളേജുകളുണ്ടാവും. ഇതാണ് ഒരു മെയിൻ തീം വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചത് തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രിയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. തജിക്കിസ്ഥാൻ എന്ന കൺട്രിയാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? തജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രിയിലാണ് ഞങ്ങൾ MBBS പൂർത്തീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് എക്സാം എഴുതി ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ ഡോക്ക് എന്താണെന്ന് ഞാൻ ഇനി പറയാം. ഡോക്ടർ ഡോക്ക് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സാണ് ഇത് ഗൈഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കുട്ടികൾക്ക്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആയിക്കോട്ടെ, ഇവിടെ MBBS പെർസീവ് ചെയ്യുന്ന കുട്ടികൾക്ക് ആയിക്കോട്ടെ, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട്സോ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളോ അവർക്ക് ക്ലിനിക്സിൽ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പോർട്ടൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ അഡ്മിഷൻസും കാര്യങ്ങളും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻസും അവരെ സജഷൻസും അവരെ ഫ്യൂച്ചർ പ്ലേസ്മെൻറ്റ്സും നോക്കിയിട്ട് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മിനിസ്ട്രി ആണെങ്കിലും എംബസി വഴിയാണെങ്കിലും നമ്മൾ എല്ലാ സപ്പോർട്ട്സും പോസ്റ്റ് അറൈവൽ സപ്പോർട്ട്സും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് മെഡിക്കൽ പരമായിട്ടുള്ള സാധ്യതകൾ എബ്രോഡ് വരുന്നത്. മെയിൻ ഡൗട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് പാരൻസിന്, വെദർ നമുക്ക് പുറത്തുപോയി പഠിച്ചാൽ ഇവിടെ വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, എല്ലാത്തിൻ്റെ ഉത്തരം എസ് തന്നെയാണ്. പിന്നെ നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു ബാരിയർ കീപ്പ് ചെയ്യുന്നത്, ആ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. ഇങ്ങനെയാണ് എൻ്റെ കമ്പനിയുടെ തീം വരുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുറച്ചുകൂടെ പാരൻസ് സ്റ്റുഡൻസിനോട് ഫ്രണ്ട്ലി ആവുക. ഇപ്പോൾ ഒരു എക്സാം വരുവാണ്, നല്ല മാർക്ക് മേടിക്കണം, അത് അവർക്ക് അറിയാം, നല്ല മാർക്ക് മേടിക്കണം. ചിലപ്പോൾ അവർക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളെ മെയിൻലി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവർ എഫേർട്ട് ഇടുന്നുണ്ട്, അവർക്ക് പറ്റാഞ്ഞിട്ടാണ്. ചിലപ്പം ചില കുട്ടികൾക്ക് IQ കുറവായിരിക്കും, ചില കുട്ടികൾക്ക് IQ കൂടുതലായിരിക്കും, ചിലപ്പോൾ അവർക്ക് അവരുടെ മേഖല ആയിരിക്കില്ല ഈ സ്റ്റഡീസ്. നമ്മളിപ്പോൾ എങ്ങനെയാണ്, ഇപ്പം 12th വരെ നമ്മൾ മാത്സ്, സൈൻ തീറ്റ, കോസ് തീറ്റ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, ഈ സൈൻ തീറ്റയൊക്കെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ സ്റ്റുഡൻസ് ചിന്തിക്കും. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് സ്റ്റഡീസാണ്. അത് നിങ്ങൾ അങ്ങനെ കാണാവൂ. ഈ സബ്ജക്ട്സും ഈ ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ ഈ വരുന്ന നിങ്ങളുടെ ഇക്വേഷൻസൊക്കെ ഇതൊന്നും നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. ബട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാവും. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ തിങ്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ പഠിച്ച ഒരു ആയിരക്കണക്കിന് പഠിച്ച എന്തൊക്കെയോ നോളജ്, ചിലപ്പോൾ ഒരു നോളജ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ മെയിൻ നമ്മുടെ സ്റ്റഡീസ് കൊണ്ട് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സിന് വീക്കാണ്, അതുകൊണ്ട് ഞാൻ ഏവിയേഷൻ തിരഞ്ഞെടുക്കണ്ട എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ ഏവിയേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നു, ഫിസിക്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായി നിങ്ങൾ പഠിച്ചെടുക്കും. അല്ല, നിങ്ങൾ പഠിച്ചെടുക്കാതിരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതാണ് മെയിൻ തീം വരുന്നത്. നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ട് അത് ചെയ്യുക. പാരൻസ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഉണ്ടാവും. പാരൻസിൻ്റേതായ ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം വാല്യുബിളാണ്, എല്ലാം ശരി തന്നെയാണ്. ബട്ട് നിങ്ങൾക്കും നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കണം. ഒരു 12th കഴിയുന്ന കുട്ടികൾ, ഞാൻ ഇവിടെ വന്ന മിക്ക കുട്ടികളിലും കണ്ട ഒരു
അപ്പാർട്ട് അവരുടെ ഒരു കരിയറിൽ നിന്ന് അവർക്ക് മാറി നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊരു പ്രോപ്പർ ഐഡിയ ഇല്ല. അവർക്ക് 12th കഴിഞ്ഞ് അല്ലെങ്കിൽ 10th കഴിഞ്ഞ് അവരെന്താണ് ചെയ്യേണ്ടതെന്നൊരു പ്രോപ്പർ ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങളും ഡിപ്രഷനൊക്കെ ഈ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരിക. അത് പാരൻസ് ഇപ്പം ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പാരൻസ് അവരെ വിളിച്ചിരുത്തി സംസാരിക്കുക, മോനെ അല്ലെങ്കിൽ മോളെ എന്താണ് നിനക്ക് വേണ്ട കോഴ്സ്, നീ എന്തിനാണ് ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്യുന്നത്, നീ എങ്ങനെയാണ് നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്. അവർക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ പാരൻസായ പക്വതയുള്ള മെച്യൂരിറ്റി ഉള്ള പാരൻസ് അവർക്ക് വഴി കാട്ടണം. കാരണം അവരൊരു യങ് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഒരു 15-20 ഇയേഴ്സ് ഉള്ള ഒരു കൊച്ചു കുട്ടികളാണ്. അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും വരും. അത് പാരൻസായ നിങ്ങൾ വേണം ഗൈഡ് ചെയ്യേണ്ടത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.